ബാബു രാമചന്ദ്രൻ്റെ വല്ലാത്തൊരു കഥ. അതിൽ 3 എപ്പിസോഡുകൾ ഇന്ന് തുടർച്ചയായിട്ട് കേട്ട് തീർത്തു. ഒന്ന് ഇസ്രയേൽ, മറ്റൊന്ന് ഫലസ്തീൻ, മറ്റൊന്ന് ഇസ്രയേൽ vs ഫലസ്തീൻ. ഇത് മുഴുവൻ കേട്ട് തീർത്ത സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന ചില ചിന്തകൾ പങ്കുവെക്കാമെന്ന് കരുതി. അതിൽ ഒന്ന്, ഈ ഇസ്രയേൽ എന്നുള്ള ഒരു എപ്പിസോഡ് ഇങ്ങനെ കേട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ മൊത്തത്തിൽ ഇസ്രയേൽ പൗരൻ്റെ അല്ലെങ്കിൽ ഒരു ജൂതൻ്റെ അല്ലെങ്കിൽ ഒരു ഇസ്രയേൽ അനുകൂലിയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ആ ചരിത്രത്തെ വായിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളൊരു സംഗതിയാണ്, കറക്റ്റ് സംഗതി കിട്ടും. അതിനുശേഷം ഒരു ഫലസ്തീനിയനായ ഒരാളുടെ വീക്ഷണത്തിൽ ഇതെങ്ങനെ എന്നുള്ളൊരു സംഗതി അത് സെപ്പറേറ്റ് കിട്ടും. പിന്നെ അവസാനത്തെ ഭാഗം കൂടി നമ്മൾ കേട്ട് തീരുന്ന സമയത്ത് കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു പ്രധാന കാര്യം, എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്, അവർ പലരും ഒരുപാട് പേര് അത് ഈ എസൻസ് ഗ്ലോബൽ അനുകൂലികളും അല്ലാത്തവരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. ഒരുപാട് പേര് ഇപ്പോഴും ഇസ്രയേലിലുള്ള ആളുകളെല്ലാവരും പഞ്ചപാവങ്ങളാണ്, IDF വളരെ ജെനുവിൻ ഫോഴ്സാണ് എന്ന രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമർത്ഥിച്ചെടുക്കാറുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ ഭയങ്കരമായി ഫിലോസഫി കൊണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്, ഭയങ്കര താർക്കികമായി കാര്യങ്ങൾ നേരിടാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ ഈ 3 എപ്പിസോഡ് ബാബു രാമചന്ദ്രൻ വളരെയധികം നിഷ്പക്ഷമായ എഫേർട്ട് ഇട്ട് ചെയ്തതാണ്. ബട്ട് ഇത് 3 അങ്ങോട്ട് കേട്ട് തീരുന്നോട് കൂടിയിട്ട് ഈ ഇസ്രയേൽ അനുകൂലമായ നിലപാട് മാത്രമേ പറയുള്ളൂ എന്ന് പറയുന്ന ആൾ അപ്പോൾ വിളിക്കും, അത് ഹമാസ് ഫണ്ട് ചെയ്തത് തന്നെയാണ് എന്ന് ഉറപ്പാണ്. അങ്ങനെ പറയുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം എന്താണെന്ന് അറിയും, കൃത്യമായ ചരിത്ര വായന, തെളിവുകൾ സഹിതമുള്ള ചരിത്ര വായനയാണ് ബാബു രാമചന്ദ്രൻ അവിടെ നടത്തി വെക്കുന്നത്. ആ ഒരു ചരിത്ര വായനയുടെ കൃത്യമായ വീക്ഷണം, കൃത്യമായ പരിപ്രേക്ഷ്യം കിട്ടുന്നതോട് കൂടിയിട്ട് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നൊരു സാധനമുണ്ട്. ബെന്യാമിൻ നെതന്യാഹു ജൂതരാഷ്ട്ര തീവ്രവാദത്തിൻ്റെ ഒരു മുഖ്യ ഘടകമാണെന്നുള്ളത്. അയാൾ ഒരു പക്കാ ജൂത തീവ്രവാദിയാണ് എന്നുള്ളത്. ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നവൻ ഇസ്ലാമിക തീവ്രവാദി എന്ന് വിളിക്കുന്ന അതേപോലെ തന്നെ അതേ ഇൻറ്റൻസിറ്റിയോടുകൂടി തന്നെ വിളിക്കാൻ പറ്റുന്ന വിളിയാണ് നെതന്യാഹുവിനെ ജൂത തീവ്രവാദി എന്ന്. കാരണം ജൂതരാഷ്ട്രത്തിന് വേണ്ടിയുള്ള പലതരം മൂവ്മെൻറ്റുകളെ കുറിച്ച് അതിൽ നിങ്ങൾ കേൾക്കും. ആ സമയത്ത് നെതന്യാഹു സപ്പോർട്ട് ചെയ്ത രാഷ്ട്രീയത്തെക്കുറിച്ച്, ആ ഒരു രാഷ്ട്രീയം അവിടെ ആ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാക്കി തീർത്ത വയലൻസിനെ കുറിച്ച് നിങ്ങൾ പ്രത്യേകമായി കേൾക്കും. ആ സമയത്ത് മനസ്സിലാവും ആരൊക്കെ ഇവിടെ തീവ്രവാദികളായിട്ടുണ്ട് എന്നുള്ളത്. ഒക്ടോബർ 7 മുതൽ പ്രശ്നം തുടങ്ങിയ മാത്രം കണ്ട കുറേ കൂട്ടുകാർ എനിക്കുണ്ട്. അതുപോലെ ഫലസ്തീനികൾ മുഴുവൻ ഹമാസും, ഈ പ്രശ്നത്തിന് കാരണം മുഴുവൻ ഹമാസും ആക്കി തീർത്ത കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇത് കേൾക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അവരൊക്കെ പറ്റുമെങ്കിൽ 3 മണിക്കൂർ ഇരുന്ന് കേൾക്കും. എന്നിട്ടും നിങ്ങൾ പറയുകയാണ് ഹമാസ് മാത്രമാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൻ്റെ കാരണം, അല്ലാതെ വേറെ ആരുമല്ല, ജൂതന്മാരെല്ലാവരും പാവങ്ങളേനു, ഓലടിയിലൊന്നും തീവ്രവാദികളെ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിൽ പ്രത്യേകമായി കോട്ട് ചെയ്യുന്നുണ്ട് റെഫറൻസുകളും കാര്യങ്ങളൊക്കെ. എന്നിട്ടും നിങ്ങളിത് പറയുകയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ ഉറക്കം നടിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യത്തിനെയും കൃത്യമായി ഗ്രഹിക്കാനുള്ള ശേഷിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഒരാൾക്കും ഇവിടെ ഫലസ്തീൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം മാത്രമാണ് ഇവിടെ ഉണ്ടായത്, അല്ലെങ്കിൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമുള്ള പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഹമാസൊക്കെ എന്നാണ് ഉണ്ടായത്? ഹമാസിന് മുമ്പ് ഇവിടെ പല സംഭവങ്ങളും ഉണ്ടായിട്ടില്ലേ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ? എന്നിട്ട് പിന്നീട് അത് കഴിഞ്ഞ് പിന്നെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ
പല തവണ പല കാര്യങ്ങളിൽ വാക്ക് പാലിക്കാമായിരുന്ന ഇസ്രായേൽ വാക്ക് പാലിക്കാതിരുന്നിട്ടില്ലേ? നിരോധിതമായ സൾഫർ ബോംബടക്കം പ്രയോഗിച്ചിട്ടില്ലേ? എത്ര കാര്യങ്ങൾ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റേ ഈ ഖുർആനിൽ ഇങ്ങനെ പറയുന്ന പോലെ, അതായത് മൂസ തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിൽ ആ കോണ്ടെക്സ്റ്റ് അറിയാത്തവരൊക്കെ പെട്ടെന്ന് കണക്ഷൻ കിട്ടൂല. അപ്പോൾ അതേപോലെയാണ് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങളാദ്യം ഇത് കാണണം. അതിൽ ഇസ്രായേലിൻ്റെ ഒരു ഭാഗം പറയുന്നത്, അത് കഴിഞ്ഞ് ഫലസ്തീൻ്റെ പറയുന്നത്, അത് കഴിഞ്ഞ് മാത്രം ഇസ്രായേൽ vs ഫലസ്തീൻ എന്നുള്ള എപ്പിസോഡ്, അങ്ങനെ 3 എപ്പിസോഡ് കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ നിൽക്കുന്ന സ്റ്റാൻഡ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഹമാസ് അവിടെ തെറ്റേ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഫലസ്തീൻകാർ അവിടെ തെറ്റേ ചെയ്തിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് ജൂതന്മാരാ എന്ന് പറയുന്ന അന്ധമായ നിലപാടുകാരുണ്ട്. അവരത് കാണണം നല്ലതാണ്. എന്നാൽ ഇവിടെ കുഴപ്പം മുഴുവൻ ഒപ്പിച്ചത് ഫലസ്തീൻകാരും ഹമാസാരൊക്കെയാണ് എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് എന്തായാലും അത് കാണും. ആർക്കൊക്കെ ഇവിടെ പ്രശ്നത്തിൽ ഒരു സമവായം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പലർക്കും അവിടെ കഴിയുമായിരുന്നു, പലർക്കും കഴിയുമായിരുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ആ സിറ്റുവേഷൻസിന് അത്രയും ആരാണ് ഇല്ലാതാക്കിയത്? നിങ്ങളന്ന് കണ്ടിട്ട് പറയണം, ആരാണതൊക്കെ ഇല്ലാതാക്കിയത്? ഈ ഒരു പ്രശ്നത്തെ ഇത്രത്തോളം വഷളാക്കിയത് ആരാണ്? ഇതൊന്നും ഒരു വിഭാഗം മൊത്തമല്ല. ഇതിലൊന്നും ഈ സംഭവങ്ങളിലൊന്നും ഒരു വിഭാഗം മൊത്തത്തിൽ, ഏതെങ്കിലും ഒരു മതവിഭാഗം മൊത്തത്തിൽ ഒന്നിച്ച് ചെയ്ത സംഗതി ഒന്നല്ലത്. ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള തീവ്രവാദികൾ, നേതൃതലങ്ങളിലുള്ള തീവ്രവാദികൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളാണിതൊക്കെ. അല്ലാതെ ആ ഒരു ജൂത ജനതയുടെ മാത്രം ഒരു പെർസ്പെക്റ്റീവ് എടുത്ത് നോക്കിയാൽ ഞാൻ മനസ്സിലാക്കുന്നത്, കാലങ്ങളായിട്ടുള്ള അവരുടെ സ്വപ്നം, അവരുടെ വാഗ്ദത്ത ഭൂമി അത് ലഭിക്കുകയാണെന്നുള്ളത് മാത്രമാണ് അവർ കാണുന്നത്. ഏതുപോലെ എന്ന് വെച്ചാൽ, ഹഗിയ സോഫിയ പള്ളി മുസ്ലിം പള്ളി ആക്കുമ്പോൾ അവിടെ മറ്റു ആരുടെയും മാനസികമായ വ്യതകളോ വേദനകളോ പരിഗണിക്കാതെ മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് വിളികൾ ഉയരുന്നില്ലേ? ബാബരി മസ്ജിദ് പൊളിച്ച് അയോധ്യ ക്ഷേത്രം പണിയപ്പെട്ടപ്പോൾ അവിടെ രാമക്ഷേത്രം വീണ്ടെടുക്കപ്പെട്ട സന്തോഷത്തിൽ, അതിനപ്പുറം മറ്റൊന്നുമില്ല. ഒരു വർഗീയതയുടെ ഒരു എലമെൻറ്റും ഇല്ല, മറ്റാരോടൊരു ദേഷ്യവുമില്ല. ആ രീതിയിൽ തന്നെ ഇവിടെ കുറേ സഹോദരങ്ങൾ രാമനാമം ജപിച്ചവരുണ്ട്, സന്തോഷത്താൽ മന്ത്രധ്വനികൾ ഉരുവിട്ടവരുണ്ട്, തങ്ങളുടെ ഭൂമി വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷം മാത്രമേ അവിടെ ഉള്ളൂ. അല്ലാതെ അവിടെ മുസ്ലിങ്ങളോടുള്ള വർഗീയതയൊന്നും പലർക്കുമില്ല. അതേപോലെ തന്നെ അവിടെ ഹഗിയ സോഫിയ പള്ളി മുസ്ലിം പള്ളിയാക്കപ്പെടുമ്പോഴും പലർക്കും ക്രിസ്ത്യൻസിനോടോ മറ്റു മതക്കാരോടോ വർഗീയതയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ള ഇടമായി മാറി എന്നുള്ള സന്തോഷം ഇവർക്ക്. അതേപോലെ തന്നെ സാമാന്യ ജൂത ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വാഗ്ദത്തം നൽകപ്പെട്ട ഭൂമി, അവരുടെ പൂർവികർ ഉണ്ടായിരുന്ന ഭൂമി, അവിടേക്ക് അവർക്ക് തിരിച്ചു ചെല്ലാനൊരു അവസരം ലഭിച്ചിരിക്കുന്നു എന്ന് മാത്രം അവർ കാണുന്നത്. അതിനപ്പുറത്തേക്ക് അവിടെയുള്ള ജനതക്ക് സംഭവിക്കുന്നത് എന്ത് എന്നോ തങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ പ്രത്യാഘാതം എത്രത്തോളം എന്നുള്ളതൊന്നും അവർ ചിന്തിക്കുന്നില്ല. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ടത്, ഈ പറയുന്ന കുടിയേറ്റത്തിനെ ശക്തിപ്പെടുത്തിയ, അതിന് പ്രധാനമായിട്ടും നേതൃത്വം വഹിച്ച ആളുകളാണ്. അതും ജൂത എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഈ ജൂതരാഷ്ട്രത്തിന് വേണ്ടി പണിയെടുത്ത എല്ലാവരും അത്ര എക്സ്ട്രീമിൽ പോയ ആൾക്കാരൊന്നുമല്ല. കുറേ സമാധാനകാംക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സമാധാനം ഒട്ടും ഫലസ്തീൻ ജനത അർഹിക്കുന്നില്ല, അവരോടൊട്ടും മയത്തിൽ നിൽക്കേണ്ടതില്ല എന്ന് തന്നെ നിലപാടുണ്ടായിരുന്ന വളരെ എക്സ്ട്രീമായൊരു പക്ഷം അവിടെ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ആണ് ഈ പറയുന്ന ബെന്യാമിൻ നെതന്യാഹുക്കെ. തീവ്രവാദികൾ തന്നെ, രക്തച്ചൊരിച്ചിലിന് ഒരു മടിയുമില്ലാത്ത തീവ്രവാദികൾ, ഭീകരവാദികൾ. എന്നിട്ട് അതൊന്നും കാണാതെ ഇവിടെ മുസ്ലിംസ് മാത്രമാണ് പ്രശ്നം, ഫലസ്തീനുകൾ മാത്രമാണ് പ്രശ്നം, ഹമാസ് മാത്രമാണ് പ്രശ്നം, ഫലസ്തീൻ മൊത്തം ഹമാസാണ് എന്ന് അവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ഇനി അതോട് കൂടെ തന്നെ പുച്ഛം വേറൊരു കൂട്ടരോട് കൂടി എനിക്ക് രേഖപ്പെടുത്താനുണ്ട്.
ആരോടെന്നറിയാം? ഞാൻ ജൂതനെയും ഞാൻ വിമർശിക്കും എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ സൗദിയിലാണെങ്കിൽ ഇത് പറ്റൂലല്ലോ, ഇന്ത്യയിലായതുകൊണ്ടല്ലേ. അത് ഒരൊറ്റ ആളെ കമൻറ്റാ, പക്ഷെ അത് ഒരാളുടെ മാത്രം മനസ്സല്ല, ഒരുപാട് പേരുടെ മനസ്സാണ്. എന്ന് വെച്ചാൽ പച്ച വർഗീയത, മുസ്ലിം സ്വത്വം പേറുന്ന, അറബി പേര് ചുമക്കുന്ന ഏതൊരുത്തനും ഇവിടെ നേരിടുന്ന പച്ച വർഗീയതയാണത്. പറയുമ്പോൾ ആ വർഗീയത ആരൊക്കെ നേരിടേണ്ടി വരുന്നുണ്ടെന്നറിയാം. ഇവിടെയുള്ള മുസ്ലിം സാമാന്യം മാത്രമല്ല, മുസ്ലിംസിനോട് വെറുപ്പില്ല, ഇസ്ലാമിനോടേ വെറുപ്പുള്ളൂ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷേ ഇവിടെയുള്ള മുസ്ലിംസിനോട് മൊത്തം ആ വർഗീയത ഉണ്ട്. ആർക്കാണ് ഈ വർഗീയത ഉള്ളത്? സംഘികൾക്കും സംഘികളുടെ ബാലാട്ടികൾക്കും. അതിൽ കൃസംഘികളും മുസംഘികളൊക്കെ ഉണ്ടാവും. ഈ മുസംഘികൾ എന്ന് പറയുമ്പോൾ ഇരിക്കണ കൊമ്പ് വെട്ടണമെന്നാണ് ഞാൻ ഓല പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും പറഞ്ഞു വന്നത് പച്ച വർഗീയത അല്ലാതെ ഒന്നല്ല. അത് ആ സൗദി എന്നുള്ള പ്രയോഗേ പറയുമ്പോൾ അവർക്ക് പറ്റാത്തത് പറഞ്ഞു എന്ന് മാത്രമാണ് അവിടെ എടുക്കുന്നത്. അത് ആ പറയുന്നത് ഈ ജബ്ബാർ മാഷാണോ, ലിയാഖത്ത് അലിയാണോ, ഈ ടീം ഇൻഫിഡൽസ് ആവട്ടെ, ആരിഫ് ഹുസൈൻ ആവട്ടെ, ജാമിദ ടീച്ചർ ആവട്ടെ, നാസ്ബായി ആയിക്കോട്ടെ, ഇനി ഫഹീം ബായി ആയിക്കോട്ടെ, അല്ലേ, ഇസ്ലാമിനെ വിമർശിക്കുന്ന മനുഷ്യന്മാരാണ് ഈ കണ്ടോലൊക്കെ. ആരാണെങ്കിലും ഈ കൂട്ടത്തിന് എതിരെ, സംഘികൾക്കെതിരെ പ്രത്യക്ഷത്തിലല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് കാവിക്കോണകം എടുത്ത് നടക്കുന്ന, ചാണകം തിന്ന് നടക്കുന്ന അവർക്കെതിരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഓടന വരും. എന്ത് ചാപ്പ, എന്ത് ചാപ്പ, സുഡാപ്പി ചാപ്പ. അത് പച്ച വർഗീയത മാത്രമാണ്. അപ്പം ഇന്ത്യയിലായതുകൊണ്ട് അത് പറ്റണമെന്നുള്ളതാ. ആരാ പറയണേ? ഇന്ത്യയിലുള്ള ആശയ, അഭിപ്രായ, വിമർശന, ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന, അംബേദ്കറുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടാക്കപ്പെട്ട വളരെ ശക്തമായൊരു ഭരണഘടനയുടെ കടക്കൽ കത്തിവെക്കുന്ന, ആ ഒരു ഭരണഘടന ഏതൊരു വ്യക്തിക്കും ഇവിടെ അനുവദിച്ചു തന്ന ആശയ, ആവിഷ്കാര, അഭിപ്രായ, വിമർശന സ്വാതന്ത്ര്യങ്ങൾക്ക് കടക്കൽ കത്തിവെക്കുന്ന സംഘപരിവാരത്തിൻ്റെ പിണിയാളുകളാണ് ഈ വർത്തമാനം പറയുന്നത്. ഇങ്ങളീ പറയണ സൗദിയും നിങ്ങൾ വിഭാവനം കാണുന്ന ആ ഒരു ആർഷ ഭാരതവും തമ്മിൽ ഒരു വ്യത്യാസമല്ല. തരം കിട്ടിയാൽ ഭരണഘടന മാറ്റി മനുസ്മൃതി അവിടെ റീപ്ലേസ് ചെയ്യാൻ നിൽക്കണ കുറേ എണ്ണത്തിൻ്റെ പിണിയാളുകളല്ലേ നിങ്ങളൊക്കെ. അപ്പോൾ അത്രയൊക്കെ വിലയങ്ങളോടുള്ളൂ. പിന്നെ ആ ചാപ്പയൊക്കെ ഉണ്ടല്ലോ, ഊപ്പിയിലും ബീഹാറിലൊക്കെ കൊണ്ടുപോയി കൊടുക്കി, ഇവിടെ ചിലവാകില്ല. പിന്നെ നിന്ന് പറയുന്നത് കേരളത്തിൽ നിന്നിട്ടാണ് പറയണത്. ഇവിടെ നിന്നിട്ട് നിങ്ങൾ നോക്കി ബീഹാറും ഊപ്പിയും എത്രമാത്രം വികസനവും പുരോഗതിയാണല്ലേ അവിടെ ഉള്ളത്. അവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര സ്വസ്ഥതയാണല്ലോ. മുസ്ലിം സ്വത്വവും അറബി പേരും നോക്കി പാകിസ്ഥാനിലേക്ക് പോടാന്ന് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പറയണ കാവിക്കോണകം എടുത്തവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഊപ്പിയിലും ബീഹാറിലും പോടാ. ഇവിടെ ഞങ്ങൾ കേരളത്തിൽ സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ഇവിടുന്ന് ജീവിച്ചു വരട്ടെ. ഞങ്ങളിങ്ങനെയൊക്കെയാണ് പോയിക്കൊള്ളാം. ഇവിടെ ഈ നാട് നന്നാവുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് മതവിമർശകർക്ക് ഇവിടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാൻ പറ്റി എന്നുള്ളത്. അതും കൂടി നിങ്ങൾ കേട്ടോ. ഒരു കാലത്ത് മതം മാറിയതിൻ്റെ പേരിൽ മുസ്ലിംസിൻ്റെ അടുക്കൽ നിന്ന് വധം തന്നെ ഏറ്റുവാങ്ങിയ, മരണശിക്ഷ തന്നെ ഏറ്റുവാങ്ങിയ ആൾ ഇവിടെ ഉണ്ടല്ലോ, ഇല്ലേ? അടി കിട്ടിയവരില്ലേ ഈ അടുത്ത കാലത്ത് വരെ. എന്നാൽ അടിയിൽ നിന്നും നമ്മുടെ ജോസഫ് മാഷിന് കൈവെട്ട്, അല്ലേ, വെട്ട് കിട്ടി. അങ്ങനെ വെട്ട് കിട്ടിയവരുണ്ട്, അടി കിട്ടിയവരുണ്ട്, മരണം തന്നെ കിട്ടിയവരുണ്ട്. അത് ഇസ്ലാമിൽ നിന്നുകൊണ്ട് പരമ്പരാഗതമായ ഇസ്ലാമിനെതിരെ പറഞ്ഞതിൻ്റെ പേരിലും, അതുപോലെ ഇസ്ലാമിനെതിരെ തന്നെ പുറത്തു നിന്ന് പറഞ്ഞതിൻ്റെ പേരിലും, ഇസ്ലാം ഉപേക്ഷിച്ച് പോയതിനുമൊക്കെ പലതരത്തിൽ, അതുപോലെ ഉപരോധങ്ങൾ വരെ കിട്ടിയവർ. എന്നാൽ ഇന്ന് കൊല്ലലിൽ നിന്ന് ഏകദേശം പിന്നോട്ട് പോയി, വെട്ടലിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്, തല്ലലിൽ നിന്ന് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഒരു പ്രധാന മാർഗം എന്ന് പറഞ്ഞാൽ
ഉപരോധവും ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങുമാണ്. ആ സംഗതിയും വൈകാതെ എന്ത് ചെയ്യുമെന്ന് അറിയാം, അതങ്ങനെ നേർത്തില്ലാതാവും. അപ്പോൾ ഇവിടെ പുരോഗമനമുണ്ട്, പുരോഗതി ഉണ്ട്. അതേസമയം നിങ്ങളുടെ സ്വർഗമായി നിങ്ങളീ കാണുന്ന BJP ഭരണകേന്ദ്രങ്ങളിൽ ഇതൊക്കെ എത്രത്തോളം ഉണ്ട്? അവിടെ ഏതെങ്കിലും ശക്തമായ ആ ഒരു ഏരിയയിൽ ശക്തമായി നിൽക്കുന്ന, ഓരോ ഏരിയകളിൽ ചെന്നിട്ട് അവിടെ ശക്തമായി നിൽക്കുന്ന ഒരു വ്യവസ്ഥിതിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞവൻ്റെ ശവം പിന്നെ കിട്ടുമോ? എന്തിനാ പറയണത്? ഒരു പെൺകുട്ടി അതിലൂടെ നടന്നു പോയാൽ ആ പെൺകുട്ടിനെ പിന്നെ കാണുന്ന വല്ല ഉറപ്പുണ്ടോ? അതൊക്കെയാണ് നിങ്ങൾ പറയണ ഊപ്പിയും ബീഹാറും. ആദ്യം കാവി ഉടുത്ത് നാണം കെട്ട സംസ്ഥാനങ്ങളൊന്നും നന്നാക്കി, എന്നിട്ട് നിങ്ങൾ BJPൻ്റെയും മോദിൻ്റെയും പോരിശ പറയും. കൂട്ടത്തിൽ നിങ്ങളെ ഫാദർ നേഷൻ ഇസ്രായേലിൻ്റെ പോരിശ. അപ്പോൾ പിന്നെയും കാണാം. ബൈ.